രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. സന്തോഷ് സല്ലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, മറ്റു വിവരങ്ങൾ കൂടി. എതിർ സ്ഥാനത്തെ മീരാകുമാറിനെതിരെ ഏകദേശം 2.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ രാംനാഥ് കോവിന്ദ് വിജയിച്ചിരിക്കുന്നത്. മൊത്തം വോട്ടിൽ നിന്നും 65.65% വോട്ട് നേടാൻ രാംനാഥ് കോവിന്ദനായി. 70,244 വോട്ടുകളാണ് രാംനാഥ് കോവിന്ദിന് ലഭിച്ചത്. മീരാകുമാറിന് 34.35% വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ. 3,67,314 വോട്ടുകൾ മീരാകുമാറിനും ലഭിച്ചു. കേരളത്തിൽ നിന്ന് ഒരു വോട്ടൊഴികെ ഭൂരിപക്ഷം വോട്ടുകളും മീരാകുമാറിനാണ് ലഭിച്ചത്. അതായത് വോട്ടിന്റെ മൂല്യം കണക്കാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് മീരാകുമാറിന്. രണ്ടാമത് കേരളമാണ് നിൽക്കുന്നത്. എന്നാൽ രാംനാഥ് കോവിന്ദനാകട്ടെ ഭൂരിപക്ഷം എംപിമാരുടെയും പിന്തുണ ആർജിക്കാനായി 522 എംപിമാർ രാംനാഥ് കോവിന്ദന് അനുകൂലമായി വോട്ട് ചെയ്തു. 225 എംപിമാർ മീരാകുമാറിനും 21 എംപിമാരുടെ വോട്ട് അസാധുവായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ 8 കോൺഗ്രസ് MLA-മാരുടെ വോട്ട് രാംനാഥ് കോവിന്ദന് ലഭിച്ചിരിക്കുന്നു. ജാർഖണ്ഡ്, ഗോവയിലും അത്തരത്തിൽ വോട്ട് മറിഞ്ഞതാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നതിലൂടെ ലഭിക്കുന്നത്. NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദന് പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ലഭിക്കുന്ന മീരാകുമാറിന് ലഭിക്കേണ്ട വോട്ടുകളാണ് മറിഞ്ഞിരിക്കുന്നത്. എന്നാലും കോൺഗ്രസിന് വരും ദിവസങ്ങളിൽ അതേറെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കും. രാംനാഥ് കോവിന്ദനെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ട് അല്പസമയം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. തന്നിൽ ഏൽപ്പിച്ച ചുമതലയിൽ അദ്ദേഹം എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടുണ്ട്. 25-ാം തീയതി ചൊവ്വാഴ്ച സന്തോഷ് സല്ലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നഴ്സിംഗ് സമരം ഒത്തുതീർപ്പായി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ധാരണ. അടിസ്ഥാന ശമ്പളം 20,000 രൂപ എന്ന ധാരണയിലേക്ക് നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 4 മണിക്ക് ചേർന്ന യോഗത്തിലാണ് വളരെ നിർണായകമായ ഈ തീരുമാനം നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഷീജ ചേരുന്നു. ഷീജ, പ്രധാനമായും ഉയർന്നു വന്ന ആവശ്യങ്ങൾ, ഈ 20,000 എന്ന അടിസ്ഥാന ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നിരുന്നു. എന്തൊക്കെ ചർച്ചകളാണ് നടന്നത്? എന്തായിരുന്നു യോഗത്തിൽ സംഭവിച്ചത്? അരുൺ, പ്രധാനമായും വലിയ ഒരു പ്രതിസന്ധി, വലിയൊരു സമരത്തിനാണ് ഇതോടെ സമാപനമാകുന്നത്. ഏതായാലും നഴ്സുമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ ശമ്പളം 20,000 രൂപയിലേക്ക് ഉയർത്തുക എന്നുള്ളതായിരുന്നു. ആ ആവശ്യം ഏതായാലും ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് മാനേജ്മെന്റുകളും ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ മാനേജ്മെന്റുകളും ഇത് സംബന്ധിച്ച് ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ഈ 20,000 രൂപ എന്നുള്ളത് 50 കിടക്കകൾ ഉള്ള ആശുപത്രിയിലെ നഴ്സുമാർക്കാണ്. ഇത്തരത്തിൽ 20,000 രൂപ എന്നുള്ളത് നടപ്പാക്കാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ 50 കിടക്കയ്ക്ക് മുകളിൽ ഉള്ള ആശുപത്രികളിലെ നഴ്സുമാർക്കുള്ള ശമ്പളം എന്ന് പറയുന്നത് ഒരു സമിതിയായിരിക്കും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. ആ സമിതി പഠിച്ചതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതായി. സമിതി പ്രധാനമായും ഈ സമിതിയിൽ ഉൾപ്പെടുന്നത് തൊഴിൽ വകുപ്പ്, അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ്, ഒപ്പം തന്നെ നിയമവകുപ്പ്, ഒപ്പം ലേബർ കമ്മീഷണർ, ഇത്രയും പേർ ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ഈ സമിതി 1 മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേജസ് കമ്മിറ്റി ആയിരിക്കും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം. എന്തായാലും ഇന്നലെ ഹൈക്കോടതി മീഡിയേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയിൽ ഒന്നും തീരുമാനമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമരം കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി പോയിരുന്നു. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ പ്രതിസന്ധി വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു നഴ്സുമാരുടെ സമരം ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് ആശ്വാസജനകമായ ഈ വാർത്ത കൂടി പുറത്തു വരുന്നത്. യോഗത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ 20,000 എന്നത് അവരുടെ പ്രഖ്യാപിതമായ ആവശ്യമായിരുന്നു. അതിനുമപ്പുറം എന്തൊക്കെ ഒത്തുതീർപ്പുകൾ, എന്തൊക്കെ ഫോർമുലകളാണ് ഉണ്ടായത്? തീർച്ചയായും അവർ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് അവരുടെ ട്രെയിനികൾ, നഴ്സിംഗ് വിഭാഗത്തിൽ, ട്രെയിനി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ വലിയ ചൂഷണങ്ങളാണ് നേരിട്ടുകൊണ്ടുവരുന്നത്. അതും പ്രത്യേകിച്ചും ട്രെയിനി എന്ന തസ്തികയിൽ നിരവധി വർഷം തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം. പല സ്വകാര്യ ആശുപത്രികളിലും അവർ ചൂഷണത്തിനിരയാകുന്നു. ഈ ഒരു വിഷയമാണ് പ്രധാനമായും അവർ ഇന്നത്തെ ഈ യോഗത്തിലും ഉന്നയിച്ചത്. ഇതിനും ഒരു പരിഹാരം കാണുന്ന തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാനമായും ട്രെയിനികളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി അവരുടെ സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെ കാലാനുസൃതമായി വർദ്ധിപ്പിക്കേണ്ടതാണ് എന്നൊരു നിലപാട് തന്നെയാണ് യോഗത്തിൽ
മുഖ്യമന്ത്രിയും ഉന്നയിച്ചത്. ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഈ യോഗത്തിൽ കൈക്കൊണ്ടത്. ഇതിൽ പ്രധാനമായും ഇവരുടെ ഈ പ്രശ്നങ്ങളും അവരുടെ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ ട്രെയിനിങ് പീരീഡ് ക്രമീകരിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം ഈ സമിതി പരിശോധിക്കുന്നതായിരിക്കും. ഈ സമിതിയുടെ ശുപാർശ, ഈ സമിതിയുടെ ഇത് വിഷയങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അവരുടെ ട്രെയിനികൾ നേരിടുന്ന ചൂഷണം എന്ന വിഷയത്തിൽ ഒരു പരിഹാരത്തിലേക്ക് എത്തുക. ഏതായാലും അവരുടെ വിഷയങ്ങൾ സമഗ്രമായി പഠിക്കാൻ തന്നെയാണ് ഇന്നിപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് ആശ്വാസമായി 50 കിടക്കകൾ വരെയുള്ള ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം 20,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. തുടർന്ന് 50 കിടക്കയ്ക്ക് മുകളിലുള്ള ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം അതിനനുസരിച്ച് തന്നെ ഉയരുന്നതായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക അവരുടെ വിഷയങ്ങൾ എല്ലാം പഠിച്ച് ഈ സമിതിയുടെ ശുപാർശ സർക്കാരിന് ലഭിച്ചതിന് ശേഷമായിരിക്കും. അരുൺ, ഷീജ, ഇത് എല്ലാ സംഘടനകളും യുനാനിമസ് ആയി എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? കാരണം എല്ലാ സംഘടനകളും ഇതിലുണ്ടായിരുന്നല്ലോ. മറ്റൊന്ന്, ഈ മേഖലയിലെ സമഗ്രമായ പ്രശ്നങ്ങൾ പഠിക്കുക എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്നുണ്ടോ? കാരണം ഈ ഗർഭിണികളായ നഴ്സുമാരോട് സ്വയം പിരിഞ്ഞു പോകാൻ അടക്കം, നിർബന്ധിത അവധിയിലേക്ക് പ്രവേശിക്കാനടക്കം എടുത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവയൊക്കെ പരിഗണിക്കുന്നുണ്ടോ ഇതിനപ്പുറം? തീർച്ചയായും അരുൺ, ഇവരുടെ വിഷയങ്ങൾ എല്ലാം തന്നെ സമഗ്രമായി ഇന്നത്തെ യോഗത്തിൽ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇവരിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ കേട്ടു. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ ഭാഗവും മാനേജ്മെന്റിന് പറയാനുള്ളതും സർക്കാർ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ട്രേഡ് യൂണിയനുകളുടെ ഭാഗവും കേട്ടിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഭാഗം കേട്ടതിനു ശേഷം തന്നെയാണ് ഇത്തരത്തിലൊരു യുക്തമായ തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത്. ഇതിൽ ട്രെയിനികൾ, അവർ വലിയ ചൂഷണം നേരിടുന്ന ട്രെയിനി മേഖല, അതിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് ഒരു സമിതി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കുന്നതായിരിക്കും. മറ്റൊന്ന്, സുപ്രധാനമായ അവരുടെ ശമ്പളം എന്നുള്ളൊരു ആവശ്യം, അത് 50 കിടക്കകളുള്ള ആശുപത്രികൾക്ക് 20,000 രൂപ എന്നുള്ളൊരു ശമ്പളത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏതായാലും അവരുടെ വലിയ ഒരു ആവശ്യം തന്നെയായിരുന്നു ഇത്. അത് പരിഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നഴ്സിംഗ് സംഘടന പ്രതിനിധികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് മാറാം. അത് ഞങ്ങളെ സംബന്ധിച്ച് 100% തൃപ്തരാണെന്ന് പറയും. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് നമുക്ക് എടുത്തത്. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ ഏറ്റവും ലാസ്റ്റ് കാറ്റഗറിയിലുള്ള ജീവനക്കാർ, അതായത് 50 ബെഡ് താഴെയുള്ള ആശുപത്രിയിലുള്ള ജീവനക്കാർക്ക് 20,000 രൂപയെങ്കിലും ഒരു നിലപാടാണ് ഉണ്ടായത്. അത് ഞങ്ങൾക്ക് പൂർണ്ണമായി അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട്. 50 ബെഡ് താഴെയുള്ള എല്ലാ ആശുപത്രികളിലും മിനിമം 20,000 രൂപ ശമ്പളം ഇന്നിപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതിനനുസരിച്ച് മുകളിലുള്ള ആശുപത്രികളെ, അതായത് 200 ബെഡ് മുകളിലുള്ള ആശുപത്രികളിൽ ഉൾപ്പെടെയുള്ള പേ സ്കെയിൽ നൽകുന്നതിന് വേണ്ടി 1 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ലേബർ സെക്രട്ടറിയും ആരോഗ്യ സെക്രട്ടറിയും അതുപോലെ തന്നെ നിയമ സെക്രട്ടറിയും ലേബർ കമ്മീഷണർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി കൂടിയിട്ട് 1 മാസം. എന്തായാലും പ്രധാനമായ നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. അവർ മുന്നോട്ട് വെച്ചത്, നഴ്സുമാരുടെ സംഘടനകൾ പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇതായിരുന്നു. 20 മുതൽ 50 വരെ കിടക്കുകൾ വരെയുള്ള ആശുപത്രിയിൽ 20,000 രൂപ ശമ്പളവും, ഇപ്പോൾ 50-100 കിടക്കുകൾ 29,000 എന്ന തരത്തിലേക്കായിരുന്നു. 100-200 കിടക്കുകളുള്ളത് അതിന് മുകളിൽ. അങ്ങനെ ആനുപാതികമായി ചില കണക്കുകൾ, ചില വാദഗതികൾ അവർ ഉന്നയിച്ചിരുന്നു. ഏറെക്കുറെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരുടെ സംഘടനകൾക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ, അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആണ് ഇതിലുണ്ടായത് എന്ന കാര്യം കൂടിയാണ് പ്രതിനിധികൾ നേരത്തെ മാധ്യമങ്ങളോടായി പറഞ്ഞത്. മെഡിക്കൽ കോളേജിന് കേന്ദ്ര അനുമതി ലഭിക്കാൻ BJP നേതാക്കൾ കോഴ വാങ്ങി എന്ന കണ്ടെത്തലിൽ ലോക്സഭ സ്തംഭിച്ചു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന MP രാജേഷ് MPയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. ഇതോടെ പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. അഴിമതിയിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു.
ബി.ജെ.പി. നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോളേജ് കോഴയിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. നാളെ ചേരുന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം കോഴ അഴിമതിയിലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യും. അതേസമയം കോഴയിലെ അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിനെ ചൊല്ലി ബി.ജെ.പിയിൽ കലഹം രൂക്ഷമായിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അറിയാതെ റിപ്പോർട്ട് ചോരില്ല എന്നാണ് മുരളീധര പക്ഷത്തിന്റെ വാദം. എന്നാൽ കുമ്മനം രാജശേഖരൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള തന്റെ രാജിസന്നദ്ധത നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചേക്കും. സ്വാശ്രയ മെഡിക്കൽ കോളേജ് കോഴ അഴിമതി സംബന്ധിച്ച ബി.ജെ.പി. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ബി.ജെ.പി. പാളയം കലഹകലുഷിതമായത്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന് സമർപ്പിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിഡന്റ് അറിയാതെ ചോരില്ലെന്നാണ് ബി.ജെ.പി. മുരളീധര പക്ഷത്തിന്റെ വാദം. ഇക്കാര്യം നേതാക്കൾ കുമ്മനവുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. റിപ്പോർട്ട് ചോർത്തി നൽകിയതിലൂടെ പാർട്ടിക്കാണ് നാണക്കേടും അപമതിപ്പും ഉണ്ടാക്കിയതെന്നും മുരളീധരപക്ഷം ആഞ്ഞടിക്കുന്നു. മെഡിക്കൽ കോഴ അഴിമതിയിൽ പി.കെ. കൃഷ്ണദാസ് വിഭാഗം നേതാവ് എം.ടി. രമേശിനെതിരെ നടപടി വേണമെന്നും മുരളീധരപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കുമ്മനത്തിന് നേരെ യുദ്ധം നടത്താനുള്ള തന്ത്രങ്ങളും മുരളീധരപക്ഷം അണിയറയിൽ മെനയുകയാണ്. ആക്രമത്തെ ചെറുക്കാൻ വി. മുരളീധരനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കാനായി കൃഷ്ണദാസ് പക്ഷവും കരുതിയിട്ടുണ്ട്. അതേസമയം മെഡിക്കൽ കോഴ അഴിമതി നാളെ ചേരുന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. കോഴയിൽ ആരോപണ വിധേയനായ ബി.ജെ.പി. സഹകരണ സെൽ കൺവീനർ ആർ. വിനോദിനെ പുറത്താക്കണമെന്ന് നേതാക്കൾ യോഗത്തിൽ ആവശ്യപ്പെടും. നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും പൊട്ടിത്തെറിയും കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. പാർട്ടി അന്വേഷണ റിപ്പോർട്ട് ചോർന്ന പശ്ചാത്തലത്തിൽ പുതിയൊരു അന്വേഷണ കമ്മീഷൻ എന്ന ആവശ്യവും യോഗത്തിൽ ഉയരും. റിപ്പോർട്ട് ചോർന്നതിൽ തന്നെ കുറ്റക്കാരനാക്കിക്കൊണ്ട് നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ചാൽ രാജിസന്നദ്ധത അറിയിക്കാനാണ് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ തീരുമാനം. ഇക്കാര്യം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെയും ധരിപ്പിച്ചിട്ടുണ്ട്. കോഴ അഴിമതിയിൽ കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്നാണ് RSS നേതൃത്വത്തിന്റെ നിലപാട്. കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം ശനിയാഴ്ച ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. മെഡിക്കൽ കോഴ അഴിമതി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും കലഹത്തിനും പൊട്ടിത്തെറിക്കും വഴിവെക്കുമെന്നതിലും തർക്കമില്ല. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോഴയിൽ അന്വേഷണം നടക്കുന്നതായി സ്ഥിരീകരിച്ച കുമ്മനം രാജശേഖരൻ ബി.ജെ.പി. നേതാക്കൾക്ക് അഴിമതിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടാൽ നടപടിയുണ്ടാകും. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത കേവലം ഊഹാപോഹം മാത്രം എന്നും കുമ്മനം രാജശേഖരൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അഴിമതി സ്ഥിരീകരിച്ച് അന്വേഷണ കമ്മിറ്റി അംഗം A.K. നസീർ എം.ടി. രമേശിന്റെ സംഭവത്തിൽ പങ്കില്ല. മൊഴികളിൽ മാത്രമാണ് എം.ടി. രമേശിന്റെ പേരുള്ളത് എന്നും നസീർ. സംസ്ഥാന അധ്യക്ഷന് മാത്രം കൈമാറിയ റിപ്പോർട്ട് ചോർന്നത് എങ്ങനെ എന്ന് അറിയില്ല എന്നും A.K. നസീർ പറഞ്ഞു. മൂന്നാമതൊരാൾക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ മൂന്നാമതൊരാൾ അറിയാതിരിക്കാൻ പുറത്ത് പോലും കോപ്പി എടുത്തിട്ടില്ല. പാർട്ടി പ്രസിഡന്റ് കൊടുത്തു. ഒപ്പം തന്നെ അതിന്റെ ലെറ്റർ ഞങ്ങള് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് എങ്ങനെ പുറത്തു വന്നു എന്നതിനെ കുറിച്ച് വളരെ ശക്തമായ അന്വേഷണം പാർട്ടിയിൽ നിന്നുണ്ടാകും. യഥാർത്ഥത്തിൽ എം.ടി. രമേശ് ഇതിൽ അഴിമതിയിൽ ബന്ധപ്പെട്ടതായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല. ഇല്ല, പ്രാദേശിക നേതാക്കൾ പെട്ടെന്ന് അത് വായിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് പ്രാദേശിക നേതാക്കളെ രണ്ടുപേരും അതിൽ പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ആരുടെയെങ്കിലും പക്കൽ നിന്നും പണം വാങ്ങിയെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. വസ്തുതകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറത്തു വരുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്. ഏത് അന്വേഷണം എവിടെ വേണമെങ്കിലും നടക്കട്ടെ, എനിക്ക് യാതൊരു വിരോധവുമില്ല. ആ ഏതന്വേഷണം, ഈ ഭൂമി മലയാളത്തിലെ ഏതന്വേഷണം ആര് നടത്തിയാലും ഈ സംഭവത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നുള്ള 100% ആത്മവിശ്വാസം എനിക്കുണ്ട്. സംസ്ഥാന ബി.ജെ.പിയിലെ അഴിമതി കഥകളിലേക്ക് വിരൽ ചൂണ്ടി ആരോപണ വിധേയൻ RS വിനോദ്. പാർട്ടിക്കുള്ളിൽ അഴിമതി നടത്തുന്ന നിരവധി നേതാക്കളുണ്ട് എന്ന് വിനോദ് വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്നത് പട്ടിയെ പേപ്പട്ടിയാക്കുന്ന നടപടികളാണ് എന്നും വിനോദ്. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഏത് അന്വേഷണം നേരിടാനും താൻ തയ്യാറാണ് എന്നും വിനോദ് വ്യക്തമാക്കി. മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ RS വിനോദാണ് പാർട്ടിക്കുള്ളിൽ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്ന സൂചനകൾ നൽകി മാധ്യമങ്ങളെ കണ്ടത്. നിലവിൽ ഉയരുന്ന ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിലെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നും പാർട്ടിക്കുള്ളിൽ വലിയ അഴിമതി നടത്തുന്ന നിരവധി നേതാക്കളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു അഴിമതി ആരോപണം ഏത് ഭാഗത്തു നിന്ന് കേട്ടാലും ഏത് ഉന്നത നേതാവിനെ പറ്റി ആയാലും അത് ചർച്ച ചെയ്യണം. വരും ദിവസങ്ങളിൽ ധാരാളം ചർച്ച ചെയ്യപ്പെടണം. പാർട്ടിയിൽ അത്തരത്തിൽ അഴിമതി ആരോപണമുള്ള നിരവധി നേതാക്കന്മാരുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറയേണ്ട സമയം വരുമ്പോൾ മാധ്യമങ്ങളെ കാണും, പറയും. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. പട്ടിയെ പേപ്പട്ടിയാക്കുന്ന വിധിയാണ് ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിയെ ചതിച്ചവരാണ്
റിപ്പോർട്ട് ചോർത്തലിന്റെ പിന്നിൽ. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനായി ഏതന്വേഷണം നേരിടാനും താൻ തയ്യാറാണെന്നും വിനോദ് വ്യക്തമാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് അന്വേഷണ കമ്മീഷനെയും ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസി ആയാലും ശരി തന്നെ ഏത് ഗവൺമെൻറ് ഏജൻസിയുടെ അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. സംസ്ഥാന BJPയിലെ വലിയ അഴിമതി കഥകളിലേക്കാണ് മെഡിക്കൽ കോളേജ് അഴിമതി ആരോപണം നീങ്ങുന്നത്. വരും ദിവസങ്ങളിൽ നേതാക്കൾക്കിടയിലുള്ള പടലപ്പിണക്കങ്ങൾ വലിയ അഴിമതി കഥകൾ പുറത്തുവരാൻ ഇടയാക്കുമെന്ന ആശങ്കയും BJP നേതൃത്വത്തിനുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJPയിൽ നടക്കുന്നത് കോഴ കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള തർക്കമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിലെ BJP ഘടകം കോഴയിൽ മുങ്ങിയിരിക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി. നേതൃത്വത്തിൽ അഴിച്ചുപണി ആവശ്യമാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കപ്പലിൽ തന്നെയാണ് അവർ തമ്മിലുള്ള മത്സരത്തിലെ ഘടമത്സരത്തിൽ നിന്ന് തന്നെ ചോർച്ചയാണ് ഇതെല്ലാം പുറകെത്തു പോയത്. മാത്രമല്ല ഇപ്പോൾ കൊടുത്തവരും മേടിച്ചവരും ഇപ്പോൾ കൊടുത്തവരും ഇല്ല മേടിച്ചവരും ഇല്ല എന്ന നിലയിൽ കൊടുത്തവരും ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് ഞാൻ കേട്ടു. ഒരു സത്യമുണ്ട്, ഈ BJP കേരള ഘടകം എന്തുമാകട്ടെ ഈ സംഭവം നടന്നു എന്നുള്ളത് നേരെ തന്നെയാണെന്നാണ് പൊതുജനം വിശ്വസിക്കുന്നത്. എല്ലാ കാലത്തും അഴിമതിയുടെ കൂത്തരങ്ങാണ് രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല. കോളേജിന് അംഗീകാരം നേടാനും സീറ്റുകൾ വർദ്ധിപ്പിച്ചു കിട്ടാനുമായി ദില്ലി കേന്ദ്രീകരിച്ച് ഒഴുകുന്നത് കോടികളാണ്. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളാണ് മെഡിക്കൽ കോളേജ് ഉടമകളെയും ദില്ലിയിലെ വമ്പൻ സ്രാവുകളെയും ബന്ധിപ്പിക്കുന്ന ഇടനിലക്കാർ. കേരളത്തിലെ BJP നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം സാധൂകരിക്കാൻ ഉതകുന്നതാണ് ഈ രംഗത്തെ അഴിമതിയുടെ ചരിത്രം. 2010 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തലവനായിരുന്ന കേതൻ ദേശായിയെ 2 കോടി രൂപ കൈക്കൂലി കൈപ്പറ്റിയതിന് CBI അറസ്റ്റ് ചെയ്തു. പാട്യാലയിലെ ഗ്യാൻസാഗർ മെഡിക്കൽ കോളേജ് വൈസ് പ്രസിഡന്റിൽ നിന്നും കോളേജിന് അംഗീകാരം നൽകാനാണ് കോഴ വാങ്ങിയത്. ഇടപാടിൽ ഇടനിലക്കാരനായിരുന്ന കൻവർ സിംഗ് എന്നയാളെയും അന്ന് CBI പിടികൂടി. MCI മേധാവികളും ഇടനിലക്കാരും അതിനിടയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കാൻ കമ്മീഷനുകളും മാറി മാറി വന്നെങ്കിലും അഴിമതി മാത്രം മാറിയില്ല. ആരോഗ്യ കുടുംബക്ഷേമ കാര്യങ്ങൾ പരിശോധിക്കുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 92ാമത് റിപ്പോർട്ടിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ കോളേജ് അനുവദിക്കാനും സീറ്റുകൾ വർദ്ധിപ്പിക്കാനും അധികൃതർ വൻതുക കൈപ്പറ്റുന്നു എന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. NDA സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അഴിമതിയുടെ കേന്ദ്രമാണെന്ന് പ്രതികരിച്ചിരുന്നു. അഴിമതി ഇല്ലാതാക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെയും അഴിമതി കാരണമാണ് ഇതുവരെ മെഡിക്കൽ കോളേജ് തുടങ്ങാതിരുന്നതെന്ന സിംബിയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സ്ഥാപകൻ ഡോക്ടർ SB മജൂംദാറിന്റെ പ്രസ്താവന ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. വൻ സ്രാവുകളും ചെറുമീനുകളുമെല്ലാം ഉൾപ്പെടുന്ന വലിയ ശൃംഖലയാണ് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ ലോബി. അധികാരികൾ മാറി മാറി വന്നാലും അഴിമതിക്ക് മാത്രം ഒട്ടും കുറവില്ല. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. മെഡിക്കൽ കോഴ വിവാദം ദേശീയ തലത്തിലേക്ക്. ഹവാല ഇടപാടുള്ള കോഴ ആരോപണവും അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടാൻ ഒരുങ്ങുകയാണ് CPIM. അന്വേഷണ റിപ്പോർട്ട് ചോർന്നതോടെ BJP നേതൃത്വം ഒന്നടങ്കം മൗനത്തിലാണ്. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത ഏറിയതോടെ കോഴ വിവാദത്തിൽ ഉൾപ്പെട്ടവർ ഭീതിയിലാണ്. BJPയുടെ സംസ്ഥാന സമിതി യോഗം ശനിയാഴ്ച ചേരുമ്പോൾ മെഡിക്കൽ കോളേജിന് സീറ്റ് അനുവദിക്കുന്നതിൽ BJP നേതാക്കൾ കോഴ വാങ്ങിയെന്ന ആക്ഷേപമാവും ഇരുപക്ഷവും ഉയർത്തുക. സംസ്ഥാന സമിതി യോഗത്തിന് മുന്നോടിയായി ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പരാതിയുടെ വിഴുപ്പ് ഭാണ്ഡം ഇരുപക്ഷവും അഴിച്ചിടും. അന്വേഷണ സമിതി അംഗങ്ങളായ KP ശ്രീശൻ, AK നസീർ, പാർട്ടി അധ്യക്ഷനായ കുമ്മനം, സംഘടനാ ജനറൽ സെക്രട്ടറിമാരായ ഗണേശനും സുഭാഷും മാത്രം കണ്ട റിപ്പോർട്ട് അതേപടി പുറത്തുവന്നത് BJP നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നേതാക്കളായ ഇവരിലാരെങ്കിലും ചോർത്തിക്കൊടുക്കാതെ റിപ്പോർട്ട് അതേപടി പുറത്തുവരില്ലെന്നത് ഉറപ്പാണ്. പഴിചാരലും സംശയവുമായി നേതാക്കൾക്കിടയിൽ മുറുമുറുപ്പ് ഉയർന്നു കഴിഞ്ഞു. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേൾക്കുന്ന MD രമേശിനെ കുരുതി കൊടുക്കുന്നതിന് വേണ്ടി മുരളീധര വിഭാഗം കരുതിക്കൂട്ടി ഉയർത്തിക്കൊണ്ടുവന്നതാണ് ആരോപണമെന്നതാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ വാദം. എന്നാൽ കുമ്മനം രാജശേഖരന്റെ രാഷ്ട്രീയ പരിചയക്കുറവ് മുതലെടുത്ത് കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി MD രമേശ് അടക്കമുള്ളവർ അഴിമതി നടത്തുകയാണെന്ന് ആരോപിക്കുന്നു. ഹവാല പണം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ദില്ലിയിലെ BJPക്കാരനായ ഇടനിലക്കാരന് നൽകിയെന്ന അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അക്ഷരാർത്ഥത്തിൽ പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഹവാല ഇടപാട് നടന്നതായി പാർട്ടി തന്നെ കണ്ടെത്തിയതോടെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാവുന്നതാണെന്ന് വിരമിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പീപ്പിൾ TVയോട് പറഞ്ഞു.
പണം വാങ്ങിയെന്ന് BJP നേതാക്കൾ അന്വേഷണ കമ്മീഷനോട് സമ്മതിച്ചതോടെ വിജിലൻസ് അന്വേഷണ സാധ്യതയും തള്ളിക്കളയാനാവില്ല. തങ്ങളെ തൊട്ടാൽ ചിലതൊക്കെ വിളിച്ചു പറയേണ്ടതായി വരുമെന്ന ഇടനിലക്കാരൻ സതീഷിന്റെ വെളിപ്പെടുത്തൽ ചിലരുടെയൊക്കെ ഉറക്കം കെടുത്താൻ പോന്ന വിധത്തിൽ ശക്തമായ താക്കീതാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഈ വിവാദം കെട്ടടങ്ങുമെന്ന് മാധ്യമങ്ങളെ വരുന്ന ശനിയാഴ്ചയോടെ ബോധ്യപ്പെടുത്തി തരാമെന്നായിരുന്നു ഒരു പ്രമുഖ BJP നേതാവ് ഇത് സംബന്ധിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ പീപ്പിളിനോട് പറഞ്ഞത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് എന്ന് വി മുരളീധരൻ. മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും മുരളീധരൻ പറഞ്ഞു. സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബന്ധപ്പെട്ട വേദികളിൽ എവിടെയും ഈ വിഷയം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ നാളെ പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേരുകയാണ്. അവിടെ ആ വിഷയം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും പേര് ഇവിടെ കുറേ നേരമായിട്ട് വെയിലത്ത് കാത്തു നിൽക്കല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിയിൽ തീർച്ചയായിട്ടും എന്താ ഈ വിഷയം എന്നുള്ളത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പ്രസിഡന്റ് തന്നെ പറയും. കാരായിട്ടുള്ള ആരും ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ടാവില്ല. മെഡിക്കൽ കോളേജ് പദവിക്ക് വേണ്ടി BJP നേതാവിന് കോടികൾ കോഴ നൽകിയ SR ട്രസ്റ്റ് ചെയർമാൻ ഷാജി പ്രമുഖ വ്യവസായിയാണ്. മെഡിക്കൽ കോളേജിന് പുറമെ നഴ്സിംഗ് കോളേജുകളും പെട്രോൾ പമ്പുകളും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് വർക്കല സ്വദേശി ഷാജിക്കുള്ളത്. വർക്കല അകത്തുമുറിയിലെ ഒരു പ്രമുഖ കുടുംബത്തിലെ ഇളമുറക്കാരനാണ് മെഡിക്കൽ കോളേജിനു വേണ്ടി BJP നേതാവ് വിനോദിന് കോഴ നൽകിയെന്ന് പറയുന്ന വർക്കല സ്വദേശി SR ട്രസ്റ്റിന്റെ ചെയർമാൻ ഷാജി. നിരവധി പെട്രോൾ പമ്പുകളും കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നഴ്സിംഗ് കോളേജുകളുമുള്ള കോടീശ്വരനായ ഷാജി അച്ഛൻ S രാഘവന്റെ പേരിലുള്ള തിയേറ്ററുകൾ അടച്ചുപൂട്ടി 2002 പിതാവിന്റെ പേരിൽ SR എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റിന് രൂപം നൽകിയത്. കോടികൾ മുതൽ മുടക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനേക്കാൾ വലിയ ആശുപത്രിയാണ് വർക്കല അകത്തുമുറിയിൽ SR ഹോസ്പിറ്റൽ എന്ന പേരിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് പദവി നേടിയെടുക്കാനാണ് BJP നേതാവിന് ഷാജി 5,60,00,000 രൂപ നൽകിയിരിക്കുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജ് പദവി നേടി നൽകാമെന്ന് പറഞ്ഞ BJP നേതാവായ വിനോദ് ഷാജിയെ സമീപിക്കുകയായിരുന്നു എന്നാണ് സൂചന. ബിസിനസ്സുകാരനായ ഷാജിക്ക് BDJS നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട്. SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ ബന്ധു കൂടിയാണ് SR ട്രസ്റ്റ് ചെയർമാൻ ഷാജി. കേരളത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയിടപാടുകളും ഇയാൾക്കുണ്ട്. വിവിധയിടങ്ങളിൽ ഫ്ളാറ്റുകളും വീടുകളുമുള്ള ഷാജി ഇപ്പോൾ തിരുവനന്തപുരം പട്ടത്ത് മരപ്പാലത്താണ് താമസിക്കുന്നത്. മെഡിക്കൽ കോളേജ് പദവി ലഭിക്കാൻ BJP നേതാവിന് കോഴ കൊടുത്തു എന്ന വാർത്തയെ തുടർന്ന് ഷാജിയെ നേരിൽ കണ്ടെങ്കിലും വിനോദ് എന്ന BJP നേതാവിനെ അറിയാമെന്നും എന്നാൽ താൻ 1 രൂപ പോലും ആർക്കും നൽകിയിട്ടില്ലെന്നുമായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാതെ SR ട്രസ്റ്റ് ചെയർമാൻ ഷാജി പറഞ്ഞത്. അഭിമാനം കൊടുത്തിട്ടില്ലെന്നാണ് ഉറച്ചു നിൽക്കാൻ. ഞാൻ കൊടുത്തിട്ടില്ല. എന്നാൽ BJP അന്വേഷണ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയ ഷാജി BJPയുടെ സമ്മർദ്ദം കൊണ്ടാണ് മൊഴിമാറ്റിയതെന്നാണ് കരുതുന്നത്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് അഴിമതിയിൽ BJP രഹസ്യാന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ദുരൂഹമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മധ്യപ്രദേശിലെ വ്യാപം കുംഭകോണം പോലെ ഒരു വൻ കുംഭകോണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇതിനെപ്പറ്റി ഒരു CBI അന്വേഷണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് സംബന്ധിച്ചൊരു കത്ത് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം സുതാര്യമാക്കാനാണ് സുപ്രീം കോടതി കൗൺസിൽ നിയന്ത്രണം ലോധ കമ്മിറ്റിയെ ഏൽപ്പിച്ചത്. എന്നാൽ ലോധ കമ്മിറ്റിയുടെ നിരീക്ഷണത്തിനിടയിലും MCA പല മെഡിക്കൽ കോളേജുകൾക്കും അനധികൃതമായി അനുമതി നൽകി. ഒടുവിൽ ലോധ കമ്മിറ്റിയെ ഒഴിവാക്കിയ സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പാനലിനെയാണ് നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഉയർന്നു വന്ന കോഴ ആരോപണം സർക്കാർ പാനലിനെയും അഴിമതി നിഴലിൽ ആക്കിയിരിക്കുകയാണ്. അനർഹരായ പല മാനേജ്മെന്റുകൾക്കും മെഡിക്കൽ കോളേജിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് MCAയെ അഴിമതി മുക്തമാക്കാനാണ് സുപ്രീം കോടതി ലോധ കമ്മിറ്റിയെ നിരീക്ഷണം ഏൽപ്പിക്കുന്നത്. 92ാം പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച് മുൻ ചീഫ് ജസ്റ്റിസ് RM ലോധ, മുൻ CAG വിനോദ് റായ്, പ്രശസ്ത കരൾ രോഗ വിദഗ്ധൻ SK സരിൻ എന്നിവരായിരുന്നു 3-അംഗ കമ്മിറ്റി അംഗങ്ങൾ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുഴുവൻ തീരുമാനങ്ങൾ പരിശോധിക്കാനും മാറ്റം വരുത്താനും ലോധ കമ്മിറ്റിക്ക് സുപ്രീം കോടതി അനുമതി നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി MCAയിൽ ശുദ്ധികലശം നടത്തുന്നുവെന്നാണ് 165 പേജുള്ള ഉത്തരവിൽ ജസ്റ്റിസ് അനിൽ R ദവെ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് അന്ന് വ്യക്തമാക്കിയിരുന്നത്.
2016-17 കാലയളവിൽ ലോധ കമ്മിറ്റിയുടെ അനുമതിയോടെ MC അംഗീകരിച്ച 218 കോളേജുകളിൽ 129 കോളേജുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് പിന്നീട് പല റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇത് കേരളത്തിലൊരു മെഡിക്കൽ കോളേജിന്റെ മാത്രം പ്രശ്നമല്ല. 100 മെഡിക്കൽ കോളേജുകൾക്ക് ലോധ കമ്മിറ്റി ഒരു പരിശോധനയുമില്ലാതെ ഒരു ഇൻസ്പെക്ഷനുമില്ലാതെ അനുമതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇത് ആയിരക്കണക്കിന് കോടി രൂപയുടെ പണമിടപാട് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നു. MCയുടെ പ്രവർത്തനം വിലയിരുത്തിയ പ്രൊഫസർ രാംഗോപാൽ യാദവ് അധ്യക്ഷനായ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ 10 നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. എന്നാൽ ഈ നിർദ്ദേശങ്ങളിൽ പ്രവർത്തനം തുടരവേ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണം ലോധ കമ്മിറ്റിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്രകാരം സുപ്രീം കോടതി ഒഴിവാക്കി. പകരം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച 5 ഡോക്ടർമാരുടെ പാനലാണ് ഇപ്പോൾ MCയുടെ തീരുമാനങ്ങൾ നിരീക്ഷിക്കുന്നത്. നിരീക്ഷിക്കാൻ സമിതികളെ മാറി മാറി ചുമതലപ്പെടുത്തുമ്പോഴും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഴിമതി കൂത്തരങ്ങ് തുടരുകയാണ്. മനുശങ്കർ, ദില്ലി. വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന BJP നേതൃത്വത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പാർലമെന്റിനെ പോലും പിടിച്ചുലച്ചു. ദേശീയ രാഷ്ട്രീയത്തിലേക്കും സജീവമായ ചർച്ചയായ സാഹചര്യത്തിൽ ആദ്യ നടപടി ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. BJP സംസ്ഥാന സെൽ കൺവീനർ വിനോദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന പുതിയ വാർത്ത കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. 5 കോടി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണ വിധേയന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. വിവരങ്ങൾ സുനിൽ അരുമാനൂർ നൽകും. സുനിൽ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഈ മെഡിക്കൽ കോളേജ് കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലെ പ്രധാന കണ്ണിയാണ്. ആ റിപ്പോർട്ടിൽ പ്രധാന ആരോപണ വിധേയനാണ് ഈ RS വിനോദ് എന്ന് പറയുന്നത്. BJPയുടെ സംസ്ഥാന സഹകരണ സെൽ കൺവീനറാണ് ഈ RS വിനോദ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും വിനോദിന് പങ്കെടുക്കാനുള്ള അധികാരം ഇതിനകത്ത് BJPയുടെ ഭരണഘടനാ രീതി അനുസരിച്ചുണ്ട്. സംസ്ഥാന കമ്മിറ്റികളിലും ഇദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ഈ RS വിനോദാണ് മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്ന്, ഷാജിയിൽ നിന്ന് 5 കോടി രൂപ വാങ്ങി ഡൽഹിയിലെ ഇവരുടെ ഏജന്റായി നിന്ന സതീഷ് നായർക്ക് നൽകി എന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിട്ടുള്ളത്. ഈ RS വിനോദ് തന്നെ ഈ അന്വേഷണ കമ്മീഷൻ ശ്രീശനും AK നസീറും 2 പേരടങ്ങുന്ന അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഈ കോഴ ആരോപണത്തിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന് കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കടന്നിരിക്കുന്നത്. നാളെ കോർ കമ്മിറ്റി യോഗത്തിൽ ഈ തീരുമാനം എടുക്കും എന്നാണ് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ഇന്ന് തന്നെ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഇത് RSSന്റെ ഒരു ഫോർമുല അനുസരിച്ചുള്ള ഒരു തീരുമാനമാണ്. ആ ഫോർമുലയുടെ കാര്യം ഇങ്ങനെയാണ്. കാരണം ഈ വിഷയം വന്നപ്പോൾ തന്നെ RSSന്റെ പ്രചാരക കൂടിയായ ഈ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അതുപോലെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് 2 പേർ ഇവിടെ ഉണ്ട്. അവർ 2 പേരും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. അതുപോലെ കേന്ദ്രത്തിലും അതനുസരിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചത്. നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇത് നടപ്പാക്കണം എന്നതായിരുന്നു വെച്ച ഫോർമുല. പക്ഷെ അതിനു മുമ്പ് തന്നെ സംസ്ഥാന നേതൃത്വം വിനോദിനെ പുറത്താക്കിക്കൊണ്ടുള്ള നിലപാടിലേക്ക് കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇതിനകത്ത് ആരോപണ വിധേയനായ മറ്റൊരു വ്യക്തിയാണ് രാകേഷ് എന്നയാൾ. അതായത് കുമ്മനം രാജശേഖരന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന BJPയുടെ ഓഫീസിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നീക്കി നിർത്തുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിനകത്ത് എന്തായാലും വിഷയം ചർച്ച ചെയ്യേണ്ടത് MT രമേശിന്റെ വിഷയത്തിൽ തന്നെയാണ്. ഈ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന MT രമേശിന്റെ കാര്യത്തിൽ ഇതിനകത്ത് റിപ്പോർട്ടിനകത്ത് പരാമർശമുണ്ട്. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് കോർ കമ്മിറ്റിയിലായിരിക്കും ചർച്ച ചെയ്ത്. ഏതായാലും RSSന്റെ ഒരു ഫോർമുല അനുസരിച്ച് ഇത്തരത്തിൽ ഒരാളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ വെള്ളപൂശ തരത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് നാളത്തെ യോഗത്തിനകത്ത് നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ എതിരഭിപ്രായം രേഖപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ മറിച്ചൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെ തന്നെ പോകും. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഈ ഫോർമുലയ്ക്കകത്ത് RSS മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ഈ ഒരു ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കൂടുതൽ ആഴത്തിൽ പറയാത്തത് കൊണ്ട് തന്നെ MT രമേശിനെതിരെ ഇപ്പോൾ കാര്യങ്ങളൊന്നും നീക്കേണ്ടതില്ല എന്നും അത് കേന്ദ്രത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഉള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറുക. അതോടൊപ്പം തന്നെ ഒരു പുതിയ
അന്വേഷണ കമ്മീഷനെ, കാരണം ഇത് ചർച്ചയ്ക്ക് മുന്നേ ഉള്ള ഘട്ടത്തിൽ തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്കിടയിലേക്കും പോയി. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ പുതിയൊരു കമ്മീഷനെ നിയോഗിക്കണം എന്നുള്ളൊരു ആവശ്യവും നാളത്തെ കോർ കമ്മിറ്റിയിൽ അംഗങ്ങൾ ഉന്നയിക്കാനാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനെ ഏത് രീതിയിലാണ് വി മുരളീധര പക്ഷം കാണുക എന്നുള്ളത് നമുക്ക് നാളെ കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ അറിയാൻ സാധിക്കും. സുനിൽ, ഇവിടെ ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകേണ്ടതുള്ളൂ? ഇവിടെ ആരോപണ പ്രത്യാരോപണം ഇവർ തമ്മിൽ നടക്കുകയായിരുന്നല്ലോ. അതോ ഈ നടപടിയിലൂടെ കോർ കമ്മിറ്റിക്ക് മുമ്പ് മുഖം രക്ഷിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണോ BJP നടത്തുന്നത്? ഈ KP ശ്രീശനും AK നാസറും ചേർന്ന് കൃത്യമായി ചമച്ചതാണ് തനിക്കെതിരെയുള്ള റിപ്പോർട്ട് എന്നായിരുന്നല്ലോ നേരത്തെ ഈ വിനോദ് പറഞ്ഞിരുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ്. അതായത് തന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും, അതായത് ഈ അന്വേഷണ കമ്മീഷൻ തന്നെ എഴുതിയുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഇത് യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ടല്ല. ഞാൻ ആരേനും കോഴ വാങ്ങിയിട്ടില്ല, ഈ മെഡിക്കൽ കോളേജ് ഉടമയിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിട്ടില്ല, എനിക്ക് അറിയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് ഈ RS വിനോദ് വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ ഈ നടപടിയെ നമുക്ക് കൃത്യമായി കാണേണ്ടത് നാളെ. ഒരു നിമിഷം സുനിൽ, ഡോക്ടർ A സമ്പത്ത് MP അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ A സമ്പത്ത് MP, ഈ ആദ്യ നടപടിയായി ഇതിനെ കാണാമോ, അതോ ഈ വലിയ വിവാദങ്ങൾക്ക് മുന്നിലുള്ള ഒരു മുഖം രക്ഷിക്കലായോ? എങ്ങനെയാണ് ഈ നടപടിയെ താങ്കൾ കാണുന്നത്? ഇപ്പോ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു അഭിപ്രായം, ഞാനിപ്പോ BJPയുടെ കേരള സംസ്ഥാന ഘടകം ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് എനിക്കറിയില്ല. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയാൻ കാരണം അദ്ദേഹം ടെലിഫോൺ ലൈനിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ടെലിഫോൺ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട എന്തോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് കാണേണ്ടത്. ഇവിടെ ഈ നാസർ പറഞ്ഞിട്ടുള്ളത് RSS ഈ വിനോദ പണം വാങ്ങിയെന്ന് സമ്മതിച്ചതാണ്, അന്വേഷണ കമ്മീഷനോട് സമ്മതിച്ചു എന്നായിരുന്നല്ലോ സുനിൽ ഈ അന്വേഷണ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാളായ KP ശ്രീശനും AK നാസറുമായിരുന്നല്ലോ നാസർ പറഞ്ഞിരുന്നത്. പക്ഷേ കൂടുതൽ പേരുകൾ അർത്ഥത്തിൽ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ തുടക്കമാണോ ഈ കാണേണ്ടത്? അതിന്റെ ഒരു ആദ്യ സൂചനകൾ വിനോദ് നേരത്തെ നൽകിയിരുന്നു. അത്തരം കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. കാരണം ഇതിനകത്ത് 5 കോടി 60 ലക്ഷം രൂപ വിനോദ് കോഴ വാങ്ങി, അല്ലെങ്കിൽ വിനോദ് മെഡിക്കൽ സീറ്റ് അവിടെ അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തി എല്ലാ കാര്യങ്ങളും ശരിയാക്കാം എന്ന് പറഞ്ഞ് തന്നെയാണ് SR കോളേജ് ചെയർമാൻ കൂടിയായ ഷാജിയിൽ നിന്ന് ഈ പണം കൈപ്പറ്റിയത്. അത് തന്റെ കൺസൾട്ടൻസി ഫീ ആണ്, അല്ലാതെ കോഴ ആണ് എന്ന തരത്തിലല്ല അന്ന് ഈ അന്വേഷണ ശ്രീശൻ. ഒരു നിമിഷം ഡോക്ടർ A സമ്പത്ത് MP അദ്ദേഹം ഒരിക്കൽ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ A സമ്പത്ത് MP, വലിയ തരത്തിൽ പാർലമെന്റിൽ ഇത് പ്രക്ഷോഭം സൃഷ്ടിച്ചൊരു വിഷയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ചതാണ്. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സംസ്ഥാന BJP നേതൃത്വത്തിന് മുഖം രക്ഷിക്കാനാവാത്ത വിധം നാണക്കേടിലേക്ക് കൂപ്പൂത്തിയ ഒരു സംഭവം കൂടിയാണ്. അതിന്റെ ആദ്യ നടപടി എന്ന രീതിയിൽ ഇതിനെ കാണാമോ, അതോ മുഖം രക്ഷിക്കലോ? എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് തോന്നുന്നത്? ഇത് ഇവിടെ ഒരാളുടെ മേൽ നടപടിയെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ 2 പേരുടെ മേൽ നടപടിയെടുത്തത് കൊണ്ടോ അതിന്റെ വിശദീകരണം നൽകിയത് കൊണ്ടോ മാത്രം കാര്യം തീരുന്നതല്ല. ഇന്ന് ലോക്സഭയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് MP രാജേഷ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പലരും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതാണ്. അങ്ങനെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത് സ്പീക്കർ രാജേഷിനോട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞ് ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കാനായി അനുമതി നൽകുന്നതിനെ കുറിച്ച് ഞാൻ നോക്കട്ടെ എന്നുള്ള നിലയിലാണ്. എന്തായാലും അടിയന്തര പ്രമേയത്തിന് ഉള്ള അനുമതി നിഷേധിച്ചത് പ്രതിഷേധിച്ച് ഇടതംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ ചോദ്യോത്തരവേള അരമണിക്കൂർ നേരം നിർത്തിവെക്കുകയുണ്ടായി. 11:30 മണിക്ക് വീണ്ടും അത് ആരംഭിച്ച സമയത്ത് വീണ്ടും ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കാനായി ശ്രമിച്ചു. വീണ്ടും ഇത് സഭ നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്കും പിന്നീട് നാളത്തേക്ക് പിരിയുന്ന അവസ്ഥയിലേക്കും ഉണ്ടായി. ഇത് ഉന്നയിക്കാനായി സ്പീക്കർ എന്തായാലും അനുവദിച്ചില്ല ഈ ഒരു വിഷയം. പക്ഷേ ഈ രാജ്യമെമ്പാടും ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഡൽഹിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലും ചില ഹിന്ദി ദിനപത്രങ്ങളിലും അടക്കം 1-ാം പേജിലെ വാർത്തയാണ് ഇങ്ങനെ കേരളത്തിൽ മെഡിക്കൽ കോളേജ് നൽകാം എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ചില BJP നേതാക്കൾ കോടിക്കണക്കിന് രൂപ കോഴ കൈപ്പറ്റി എന്നുള്ള വാർത്ത. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള കാര്യം, കേരളത്തിൽ ഇങ്ങനെ ഈ ആവശ്യപ്പെട്ട തുകയുടെ ഒരു ഭാഗം ആദ്യമായി 5 കോടി 60 ലക്ഷം രൂപ കൈപ്പറ്റി എന്നത്, അങ്ങനെ കൈപ്പറ്റിയത് ചില
ഈ ഹവാല കുഴൽപ്പണ ഇടപാടുകാർ മുഖാന്തരം ഇത് ഡൽഹിയിലേക്ക് ചിലരിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. ഇതിൽ 1, 2, 3 പേര് മാത്രമൊന്നുമല്ല. അതാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ വിനോദിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രം, പ്രാഥമിക നടപടി എന്ന നിലയിൽ കൊണ്ട് മാത്രം ഈ മുഖം രക്ഷീര് ഈ ഘട്ടത്തിലെങ്കിലും അവർക്ക് സാധിക്കുമോ എന്നുള്ളത് കഴിയുന്നത്. അത് കഴിയില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്ന MP രാജേഷിനോട് ഈ സഭയിലെ വിഷയങ്ങളെ തുടർന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി BJP നേതാവ് അനന്ത്കുമാർ അദ്ദേഹം തന്നെ രാജേഷിനോട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ തേടുകയുണ്ടായി. എന്നോട് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള BJP നേതാവ് ശ്രീ അലുവാലിയ എന്നോട് ഇക്കാര്യത്തിൽ എന്റെ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നതായ ഒരു സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ടതാണ് വിഷയം എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ എന്നോട് അന്വേഷിക്കുകയുണ്ടായി. അതിപ്പോ കേന്ദ്രമന്ത്രിമാരോട് ഞങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏർപ്പെടുത്താനാവില്ല. വളരെ നന്ദി ഡോക്ടർ എ സമ്പത്ത് എം പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് സംവാദങ്ങൾക്കും വഴിതെളിച്ച ഈ വലിയ വിഷയം ഇന്ന് ദില്ലി അടക്കമുള്ള പ്രമുഖ നഗരങ്ങളിലെ പ്രധാന മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ കൂടിയായിരുന്നു, ചില ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ. ആ തരത്തിൽ വലിയ പ്രാധാന്യം കൂടി ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ വിനോദിനെ പുറത്താക്കുന്നത് കൊണ്ട് മാത്രം ഇത് ഒതുങ്ങി നിൽക്കുമോ? മാത്രമല്ല, ഇത് എങ്ങോട്ടേക്കാണ് ഈ പണം കൊണ്ടുപോയത്? ദില്ലിയിൽ പണം എത്തിച്ചിട്ടുണ്ട്. ആർക്ക്, എന്തിന്, എവിടെ, എങ്ങനെ എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. അവിടെയാണ് ഈ ചെറുമീനായ വിനോദിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഇവിടെ സുനിൽ, ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെ നമുക്ക് കാണാനാകും? പ്രത്യേകിച്ച് ഇനി കോർ കമ്മിറ്റി അടുത്ത ശനിയാഴ്ച ചേരാനിരിക്കുന്നു. അതിനുശേഷം ഒരു നടപടി എന്നായിരുന്നല്ലോ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ RS വിനോദിനെ പുറത്താക്കിക്കൊണ്ട് കുമ്മനം രാജശേഖരൻ പറഞ്ഞ കാര്യം നമുക്ക് പറയാം. അതായത് ഈ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് സഹകരണ സെൽ സംസ്ഥാന കൺവീനർ RS വിനോദിനെ BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായിട്ടാണ് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറയുന്നത്. വിനോദിനെതിരായ ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. ആരോപണ വിധേയനായതിലൂടെ പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്കാണ് വിനോദ് കളങ്കമുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുള്ള വിനോദിന്റെ പ്രവൃത്തി മാപ്പർഹിക്കാത്ത അച്ചടക്ക ലംഘനവും ഗുരുതരമായ പാർട്ടി വിരുദ്ധ നടപടിയുമാണ്. സംഭവത്തെപ്പറ്റി കേന്ദ്ര നേതൃത്വം അന്വേഷിക്കണം എന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മുഖം രക്ഷിക്കൽ നടപടിയായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് ആരോപണ വിധേയർ ഇതിനകത്ത് വളരെ സമുന്നതനായിട്ടുള്ള നേതാവ് ഇതിനകത്തുള്ളപ്പോൾ ഇതിനകത്ത് ഈ സഹകരണ സെൽ കൗൺസിലർ എന്ന് പറയുന്നത് BJPയുടെ ഒരു പദവിയാണെങ്കിൽ പോലും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള കമ്മിറ്റിക്കകത്ത് വലിയ രീതിയിൽ സ്വാധീനം വരുത്താനോ അല്ലെങ്കിൽ ഇടപെടൽ നടത്താനോ കമ്മിറ്റികളിൽ പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താനോ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പോസ്റ്റാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കിട്ടുമ്പോൾ സംസ്ഥാന സമിതിയിൽ കൂടെ ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു അവസരമാണ് ഈ ആരോപണ വിധേയനായി. ഒരു നിമിഷം, ഈ ആരോപണ വിധേയനായി പാർട്ടി പുറത്താക്കിയ നടപടി സ്വീകരിച്ച വിനോദ്, അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, താങ്കൾക്കെതിരെ പാർട്ടിയുടെ നടപടി ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണല്ലോ, എന്താണ് ആദ്യ പ്രതികരണം? അല്ല, എനിക്കതൊരു അച്ചടക്കമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇത്രയും ഉത്തരവാദിത്വത്തോടെ കേരള പൊതുസമൂഹത്തോട് പാർട്ടി വളരെ ഒരു ആരോപണം വന്ന സമയത്ത് അത് ശരിക്കും ശരിയായ ഒരു നടപടി തന്നെയാണ്. കാരണം കേരളത്തിൽ മാധ്യമങ്ങൾ ഇത്രയും ഒരു കാര്യമില്ലാത്തൊരു കാര്യത്തിന് ഇത്രയധികം പ്രസക്തമായി ചർച്ചയും ഇല്ലാത്തൊരു സംഭവം ഊതിവീർപ്പിച്ചു കൊണ്ടുവന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടപടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിച്ചു എന്നാണ് എനിക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ആ നടപടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ BJPക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ ഇതിൽ താങ്കളെ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയിരിക്കുന്നത്? എന്നെ മാത്രമായിട്ട് അതിനകത്തിന്റെ ബാക്കി പരിശോധന വരും എന്നാണ് അതിൽ കാണുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ കോർ കമ്മിറ്റി ചേരുകയും അതിനുശേഷം ഒരു നടപടി വരികയും ആയിരുന്നല്ലോ വേണ്ടത്. ഈ എടുത്തുപിടിച്ച് വളരെ പെട്ടെന്ന് താങ്കളെ മാത്രം പുറത്താക്കുന്നത് എന്തിനാണ്? അതിലൊരു സാങ്കേതികത്വം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റിനോട് തന്നെ ചോദിക്കണം. അതിൽ താങ്കൾക്ക് ദുരൂഹത തോന്നുന്നുണ്ടോ? എന്നെ മാത്രം? കാരണം അങ്ങനെയാണെങ്കിൽ ആരോപണ വിധേയർ എല്ലാം ഉണ്ടായിരുന്നു, അവരെ ഒരുമിച്ചാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത്. താങ്കളെ മാത്രം എന്തിന്? അതെ, ഈ ആരോപണ വിധേയരെ പുറത്താക്കണമെങ്കിൽ കേരളത്തിൽ ധാരാളം BJPക്കാരെ പുറത്താക്കേണ്ടി വരും. അപ്പോ ഇതിൽ ഈ ഒരു മാധ്യമങ്ങൾ വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കഴിഞ്ഞ 2 ദിവസമായി. അപ്പോ
അതിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എത്ര ഇത് പൊതുജനങ്ങളോട് ഇത്രയും ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി അത് അച്ചടക്ക നടപടി എടുത്തിട്ട് അന്വേഷിക്കുമായിരിക്കും. എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിൽ താങ്കൾക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നല്ലോ നേരത്തെ. തീർച്ചയായിട്ടും എനിക്ക് എതിരെന്നുള്ളതല്ല, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണിതിപ്പോ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ താങ്കൾക്കെതിരെ ഗൂഢാലോചന നടന്നു, അതിന്റെ ഭാഗമാണ് ഇത്. പുറത്തുനിന്നും എനിക്കെതിരെ മാത്രമല്ല, അത് പാർട്ടിക്ക് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയിൽ ചില പാർട്ടി നേതാക്കന്മാർ പങ്കാളികളായി എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. സാധാരണ ഈ പാർട്ടി നടപടി നേരത്തെയും താങ്കളെ ഇത് എനിക്ക് തോന്നുന്നു അറിയാൻ കഴിയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇത് ആ സംഭവം പോലെ ഇതിനെ നിലവിൽ പരിഗണിക്കാനാകുമോ? അല്ല, നേരത്തെ പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനായിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. അപ്പോ അത് വേറൊരു സാഹചര്യത്തിലായിരുന്നു. പാർട്ടിയുടെ ഓഫീസ് ആരൊക്കെയോ ആക്രമിച്ചു, അതിന്റെ പേരിൽ പെട്ടെന്ന് ഞാൻ ഒരു നിമിഷം ഈ താങ്കൾക്കെതിരെ നടപടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി പറയുന്നത് ഇതാണ്. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് സഹകരണ സെൽ സംസ്ഥാന കൺവീനർ RS വിനോദിനെ BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. നടപടി പ്രാബല്യത്തിലെത്തി. വിനോദിനെതിരെ ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. ആരോപണ വിധേയനായതിലൂടെ പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് വിനോദ് കളങ്കമുണ്ടാക്കിയതായി പാർട്ടി വിലയിരുത്തുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുള്ള വിനോദിന്റെ പ്രവൃത്തി മാപ്പർഹിക്കാത്തതാണ്. അച്ചടക്ക ലംഘനം ഗുരുതരമായ പാർട്ടി വിരുദ്ധ നടപടിയുമാണ്. സംഭവത്തെപ്പറ്റി കേന്ദ്ര നേതൃത്വം അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ ചെയ്തത് മഹാ അപരാധമാണെന്ന്. താങ്കൾ മാത്രമാണത് ചെയ്തത്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും അദ്ദേഹം ഈ നിലയിൽ അദ്ദേഹവും മറ്റ് ഉത്തരവാദിത്വമുള്ള മുതിർന്ന നേതാക്കന്മാരും ചെയ്തിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് പറയാനും കേൾക്കാനും അവസരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഒരു കാര്യം, ഒരു ജനുവിനായ സംശയം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ആരോപണം പറയുന്നു എന്ന് പറയുന്ന SR ഷാജി പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. ഈ രാജ്യത്തൊരിടത്തും ഒരു പാർട്ടിയിലും കാണാത്ത ഒരു നടപടിക്രമമാണ് ഈ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതും ചെയ്തതും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ഇതാവാം. കാരണം SR ഷാജി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതായി ഞാൻ മാതൃഭൂമി ചാനലിൽ തന്നെ കണ്ടതാണ് ഉച്ചയ്ക്ക്. അദ്ദേഹം പറഞ്ഞു, RS വിനോദിനെ എനിക്കറിയാം, ഇങ്ങനെ ഒരു കോഴ ഇടപാട് നടന്നിട്ടില്ല, ഞാൻ ഒരു BJP നേതാക്കൾക്കും കാശ് കൊടുത്തിട്ടില്ല, എനിക്ക് MT രമേശിനെ അറിയില്ല, ചാനലിലൂടെ മാത്രമേ അറിയൂ. ഇങ്ങനെയൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞതാണ്. അതിനുശേഷവും ആ കാര്യത്തിലാണ്, ആ ഒരു വിഷയത്തിലാണ് നടപടി നടന്നിട്ടുള്ളത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെ ദൗർഭാഗ്യകരമെന്നല്ല, താങ്കൾക്ക് വേദന തോന്നേണ്ട നിമിഷം കൂടിയാണ് താങ്കൾ തെറ്റുകാരനല്ല എങ്കിൽ. എന്താണെന്നറിയാമോ? കാരണം ഈ റിപ്പോർട്ടിൽ താങ്കളുടെ പേര് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. ഒന്നത്. രണ്ട്, ഏറ്റവും ഒടുവിലായി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തന്നെ താങ്കളെ തള്ളി പറയുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, താങ്കൾ അഴിമതി കാട്ടി എന്ന തരത്തിൽ. പിന്നെ ഏത് പാർട്ടിയാണ് താങ്കൾ ഇപ്പോഴും സംരക്ഷിക്കുന്നത്? 25 വർഷമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രവർത്തകനാണ് ഞാൻ. സംഘത്തിന്റെ RSSന്റെ പ്രവർത്തനത്തിലൂടെ BJPയിലെത്തി BJP പ്രവർത്തകനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും എന്റെ നെഞ്ചിലേറ്റിയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിൽ എനിക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതിൽ കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ആ കണ്ടെത്തലുകൾ വന്നിട്ടുണ്ടല്ലോ, അതിന് ഇനി പരിശോധനകൾ നടക്കട്ടെ. നേതാക്കന്മാര് എല്ലാം കഴിവുള്ള നേതാക്കളുള്ള പാർട്ടിയാണ്, ഒത്തിരി കഴിവുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. പരിശോധിക്കട്ടെ. ഈ റിപ്പോർട്ട് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ഞാൻ ഇന്ന് രാവിലെ തൊട്ട് എല്ലാ മാധ്യമങ്ങളിലും പറയുന്നുണ്ടല്ലോ, ഈ റിപ്പോർട്ട് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടല്ല. ഈ റിപ്പോർട്ട് ഇതിന്റെ സാധുത പരിശോധിക്കണം. ഇത് ഫേക്കായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇതിന്റെ ഈ ശൂന്യതയിൽ നിന്ന് വിഭൂതി സൃഷ്ടിക്കും പോലെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ ശ്രീ വിനോദ്? അങ്ങനെ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യം അവർക്ക് എന്താണ്? അതിനകത്ത് എന്താണ് എന്നുള്ളതിനൊക്കെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ പറഞ്ഞിരുന്നു. വളരെ നന്ദി ശ്രീ RS വിനോദ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വലിയ ദേശീയ രാഷ്ട്രീയത്തിലും ഒപ്പം ദേശീയ തലത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ച BJPയുടെ കാവിക്കോഴയുമായി ബന്ധപ്പെട്ട് ആദ്യ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്.
എന്തായാലും BJP സംസ്ഥാന സെൽ കൺവീനർ വിനോദിനെ പാർട്ടിയിൽ നിന്ന് BJP-യിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചുകൊണ്ട് BJP അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ പ്രസ്താവനയും ഏറ്റവും ഒടുവിലായി വന്നിട്ടുണ്ട്. കടുത്ത അതൃപ്തിയിലാണ് വിനോദ്. ഇതിൽ കൂടുതൽ ഗൂഢാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ സൂചനകളിൽ പ്രത്യക്ഷവും പരോക്ഷവുമായി നൽകിയിട്ടുള്ളത്. സുനിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന പുതിയ കാര്യങ്ങൾ കൂടി. ഇതിനകത്ത് കൃത്യമായ നടപടി തന്നെയാണ്. കാരണം ഈ RS വിനോദ് ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും BJP-യുടെ സംസ്ഥാന നേതൃത്വം ഈ റിപ്പോർട്ടിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പുറത്താക്കൽ നടപടിയിലേക്ക് BJP സംസ്ഥാന നേതൃത്വം പോയിരിക്കുന്നത്. ഏതായാലും മറ്റ് കാര്യങ്ങൾ നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ ഉണ്ടാകും. അവിടെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സുനിൽ അരുമാനൂരാണ് ന്യൂസ് റൂമിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.